മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷിന്റെ ഈ വരികളിലൂടെയാണ് അല്ലേ. നമുക്ക് ഏവർക്കും ഏറെ പരിചിതമായിട്ടുള്ള വരികൾ, ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ. അതെ, അത് തന്നെയാണ് ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് എന്റെ പ്രിയപ്പെട്ടവരോടായിട്ട് എനിക്ക് പറയാനുള്ളത്. വായിച്ചാൽ തീർച്ചയായിട്ടും വളരും, വായിച്ചില്ലെങ്കിൽ നമ്മൾ വളരുക തന്നെ ചെയ്യും. പക്ഷേ വായിച്ചു വളർന്നാൽ നമ്മൾ വിളയും, നമുക്ക് ഒരുപാട് അറിവ് കിട്ടും. വിളയുക മീൻസ് നമുക്ക് ഒരുപാട് അറിവ് കിട്ടും. നോളജ്, വായന ഈസ് ഈക്വൽ ടു നോളജ്. മറ്റെന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ നോളജ് തന്നെയാണ് പരമമായ സത്യം. ഇനി വായന എന്നത് മറ്റൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ വായിച്ചു വളർന്നാൽ നമ്മൾ വിളയും. ഇനി വായിക്കാതെ വളർന്നാലോ നമ്മൾ വളഞ്ഞും പോകും. അതായത് അറിവുകളൊന്നും കിട്ടില്ല, പ്രത്യേകിച്ച് നോളജ് കിട്ടില്ല, ഒന്നും കിട്ടില്ല. സോ നമ്മൾ ലൈഫിൽ പഠിക്കേണ്ട വലിയൊരു പാഠം അവിടെയാണ്. വായന ഈസ് ഈക്വൽ ടു എപ്പോഴും നോളജ് തന്നെയാണ്. പിന്നെ നമുക്കറിയാം, പലതരം പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. ലോക സാഹിത്യം വരെ എടുത്ത് നമുക്ക് വായിക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനും സാധിക്കണം. ഷേക്സ്പിയറിൻ്റെയൊക്കെ കഥകളും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളുമൊക്കെ നമുക്ക് എപ്പോഴും ഒരുപാട് അറിവ് നൽകുന്നവയാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ അല്ല അത് കേൾക്കുന്ന, നിങ്ങൾക്ക് പലർക്കും അത് കണക്ട് ചെയ്യാൻ സാധിക്കും. അതായത് ദ ടെമ്പസ്റ്റും ജൂലിയസ് സീസറും അല്ലെ, അങ്ങനെയൊക്കെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കഥകളൊക്കെ വായിച്ചവരാണ് നമ്മൾ. നാടകങ്ങൾ, പ്ലേകൾ വായിച്ചവരാണ് നമ്മൾ. അതുപോലെ നമ്മൾ മലയാളം എന്ന ലാംഗ്വേജിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇംഗ്ലീഷും പല ലാംഗ്വേജുകൾ പഠിക്കാനും വായിക്കാനും ശ്രമിക്കുക. വായന അറിവ് കൂട്ടുകയുള്ളൂ, നമ്മൾ ഒരിക്കലും എന്താ പറയുക, നശിപ്പിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവ് അതെന്നും നമ്മുടെ മനസ്സിലുണ്ടാകുക തന്നെ വേണം. സോ ഇന്ന് ജൂൺ 19 വായനാ ദിനം, PN പണിക്കരുടെ ഓർമ്മ ദിനം. അതൊരു ഓർമ്മ ദിനമായി അവശേഷിക്കാതെ നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗത്തിലേക്ക് അതിനെ കൂടെ ചേർക്കുക, വായനയെ കൂടെ ചേർക്കുക. നമ്മളാക്കി മുന്നേക്ക് കൊണ്ടുപോകാൻ ആ വായനയ്ക്ക് സാധിക്കും. നമ്മുടെ ഒഴിവുവേളകളെ ആനന്ദമാക്കാൻ ഫോണൊന്ന് മാറ്റിവെക്കുക, വായനയിലേക്ക് കൂടി നമ്മുടെ മനസ്സിനെ ഒന്ന് കൊണ്ടു ചെല്ലുക. അതിലൂടെ വായന എന്ന മനോഹരമായ ലോകത്തേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. സോ ഇന്നത്തെ ജൂൺ 19 നല്ല ദിവസമാണ് വായന തുടങ്ങാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മധുര നാരങ്ങയുടെ അവസാനിക്കുന്നു. അപ്പോൾ മറ്റു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായി വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ജൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈം വിത്ത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ. RJ അരുണിനൊപ്പം റേഡിയോ ലൈം, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.